ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സംശയങ്ങളെക്കുറിച്ച്. അതിൽ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ബൈബിൾ വ്യാഖ്യാനിക്കാത്ത, അതുപോലെ മരിച്ചുപോയവരെ കുറിച്ചുള്ള കുറേ സംശയങ്ങൾ ഈ അടുത്ത കാലത്ത് കുറേ അധികം എൻ്റെ വാട്സപ്പിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും, എവിടെ നിന്നാണിത് കിട്ടുന്നത്? ഏതോ ഒരു പുതിയ പങ്കുവെക്കൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംശയങ്ങൾ വരുന്നത്. അപ്പോൾ പങ്കുവെക്കുന്നവർ അത് ക്ലിയറായിട്ട് പങ്കുവെച്ചാൽ മനുഷ്യർ ഇങ്ങനെ സംശയത്തോടു കൂടെ ഓടി നടക്കില്ല. ഞാൻ ആദ്യമൊക്കെ ശുദ്ധീകരണാത്മാക്കളെ കണ്ടു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് സംശയം വരുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാൻ തുടങ്ങിയത്. ഈ ലൂർദിലും ഫാത്തിമയിലും പ്രത്യക്ഷപ്പെട്ട പോലെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് എനിക്കൊന്നും. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണം ഉണ്ടെങ്കിൽ വിശുദ്ധിയായിട്ടുണ്ടാകും. ഞാൻ ദർശനങ്ങളാണ് കാണുന്നത്, ദർശനത്തിൽ കൂടെ തരുന്ന മുന്നറിയിപ്പുകളാണ്. അതുപോലെ തന്നെ ശുദ്ധീകരാത്മാക്കളും. പക്ഷേ 2-3 അവസരങ്ങളിൽ ഞാൻ നേരിട്ട് ശുദ്ധീകരാത്മാക്കളെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഇടയ്ക്ക് ചിലരൊക്കെ നേരിട്ട് തന്നെ വരും. ചിലത് ഞാനിപ്പോൾ ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ ഞാൻ പറയും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ പേരുകളൊക്കെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടില്ല. അത് ചിലപ്പോഴൊക്കെ മങ്ങിയ പോലെ കാണാം. അപ്പം ഞാൻ ലിസി എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ലൂസി, ലിസി അങ്ങനെയൊക്കെ എനിക്ക് മാറ്റങ്ങൾ വരും. അതുപോലെ ആളുകളെ കാണുമ്പോഴും അവരുടെ രൂപഭാവങ്ങളും കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. ഞാൻ വിശുദ്ധിയൊന്നുമല്ലല്ലോ. പാവപ്പെട്ട പാപിയായ ഞാൻ എന്തോ ഈശോ എന്നിൽ കൂടെ എന്തോ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ശുദ്ധീകരാത്മാക്കളെ കാണിച്ചു തരുന്നു. എനിക്ക് മാത്രമല്ല, ലോകത്ത് അനേകം മക്കൾക്ക് ഇപ്പോൾ ശുദ്ധീകരാത്മാക്കളെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പിന്നെ ഞാൻ പങ്കുവയ്ക്കാം. ഞാൻ ഇന്നിപ്പോൾ പറയാൻ വന്നത് രണ്ടാമതൊരു സംശയം വന്നിട്ടുള്ളതാണ്. ആദ്യത്തെ സംശയം ഭയങ്കര സംശയമായിരുന്നു, മരിച്ചവരുടെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടുണ്ടോ? അത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നത്തെ സംശയമാണ്, മരിച്ചു പോയവർക്ക് അവർ നല്ലവരല്ലെങ്കിൽ പിശാചുക്കളായി മാറി നമ്മൾ ഉപദ്രവിക്കുമോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരിച്ചു പോയവരുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നത് പാപമാണോ? അവരെ ഓർക്കാൻ പാടില്ലേ? അവരുടെ മുറി, അവരുടെ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രിയ സഹോദരങ്ങളെ, ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരു സന്യാസിയുടെ മരണം കാണാൻ പോയി. അപ്പോൾ അവിടെ ആദ്യത്തെ മൃതസംസ്കാരത്തിൻ്റെ ആദ്യത്തെ പോർഷൻ അവർ ചെയ്തു. രണ്ടാമത് അവസാനിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ പോയില്ല. അപ്പോൾ അതിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എനിക്ക് ദൈവം കാണിച്ചു തന്നു, നീ ഇതൊന്നും ശ്രദ്ധിച്ചു നോക്കിയെന്ന്. ഞാൻ അവിടെ നിന്ന് ആ പുസ്തകം വാങ്ങി, ആ സഹോദരന്മാരുടെ പുസ്തകം വാങ്ങി. അപ്പോൾ അതിലൊരു പ്രാർത്ഥനയുണ്ട്, അഭവനത്തോട് അന്ത്യയാത്ര പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിൽ പറയാണ്, എൻ്റെ സഹവാസികളായ പ്രിയപ്പെട്ട സഹോദരരെ, ഞാൻ അന്ത്യയാത്ര പറയുന്നു. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിനും സേവനങ്ങൾക്കും നന്ദി പറയുന്നു. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഇതൊക്കെ അയാൾക്ക് വേണ്ടി നമ്മൾ പറയണം കേട്ടോ. നിങ്ങളെല്ലാം പൊറുക്കണമെന്ന് അത് ഇങ്ങനെ പറയുന്നു. പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ മാപ്പ് പറയാനായിട്ടുള്ള എളിമ കാണിക്കണം. നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ അമ്മയോട്, നമ്മുടെ അപ്പനോട്, ആരോടെങ്കിലും നമ്മുടെ ഹൃദയത്തിലൊരു വേദന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വഴി അവർ വേദനിച്ചിട്ടുണ്ടെന്ന് തോന്നിയാൽ, ചിലപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അവർ ദേഷ്യം പിടിച്ച് നടക്കുന്നുണ്ടാകും. എല്ലാവരോടും പോയിട്ട് മാപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ മൂലം എന്തെങ്കിലും നഷ്ടം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് നമ്മൾ പോയി മാപ്പ് പറയണം. നമുക്ക് അവർ മൂലം നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദന ഉണ്ടാകും, കുഴപ്പമില്ല. നമ്മൾ ആ വേദന മാറ്റി, അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് കരുതി അവരെ സ്നേഹിക്കണം. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ചേച്ചി അങ്ങനെയാണെങ്കിൽ കുറേ പേർക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്നുണ്ട്, അവരുടെ അടുത്തൊക്കെ മാപ്പ് പറയാൻ പോകണം. ഞാൻ പറഞ്ഞു, വെറുതെ വേണ്ടാത്ത പണിയൊന്നും ചെയ്യണ്ട. നിന്റെ ഹൃദയം വിശുദ്ധമാണോ? നിന്റെ ഹൃദയമാണ് പ്രധാനം. നീ വെറുതെ ഇങ്ങനെ മൂടുപടം അണിഞ്ഞിട്ട് എനിക്കൊരു കുഴപ്പമില്ല, അവർക്കൊരു കുഴപ്പമില്ല, അങ്ങനെ പറയരുത്. നീ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക തന്നെ വേണം. പിന്നെ നമ്മൾ പറയാത്ത കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അപവാദം പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ട് അത് കേട്ടിട്ട് ആളുകൾ നമ്മളോട് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പാപമില്ല. അത് ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് ഈശോ തിരിച്ചു കൊടുത്തോളും. വ്യഭിചാരത്തിൻ്റെ ലാഞ്ചന ഒരു ചിന്ത പോലും ഇല്ലാത്ത ആളുകളെ വ്യഭിചാരി എന്ന് അപവാദം പറഞ്ഞിട്ട് കുറേ പേര് മിണ്ടാതിരുന്ന അവസ്ഥ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് തിരുത്താനൊന്നും നമ്മൾ പോകണ്ട. വ്യഭിചാരി എങ്കിൽ വ്യഭിചാരി, കർത്താവ് പൊറുക്കൂലോ എല്ലാ പാപങ്ങളും. അപ്പം അങ്ങനെ വെച്ച് നടന്നാൽ മതി. അപ്പം അങ്ങനെ തിരുത്താൻ പോകണ്ടല്ലേ, അങ്ങനെ തിരുത്തണ്ട. നീ വ്യഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തണം.
നീ ചെയ്യാതെ അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയട്ടെ, അത് നിന്റെ കൃപ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് മാത്രമല്ല, കുമ്പസാരക്കാരൻ അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം എനിക്ക് കിട്ടി. അതിന് ഞാൻ പറഞ്ഞു, ഞാൻ കേൾക്കുകയാണ്, നിങ്ങൾ സമാധാനത്തോടെ എന്നെ യാത്രയാക്കണം. സമാധാനത്തോടെ യാത്രയാക്കാൻ നിങ്ങൾ വെറുതെ കിടന്ന് ബഹളടിച്ച് കരയൊന്നും വേണ്ടെന്ന്. ഞങ്ങളിനി ദൈവത്തിൻ്റെ അടുത്തെത്താനുള്ള പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങുകയാണ്. നിങ്ങളതുകൊണ്ട് ഞങ്ങളെ സമാധാനത്തിൽ വിട്ടയക്കണം. അതുപോലെ എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ പിരിഞ്ഞു പോയാലും, ഞാൻ നിങ്ങളെ പിരിഞ്ഞു പോകുന്നെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സന്യാസ ആശ്രമത്തിലെ പുസ്തകമാണ് കേട്ടോ. ഞാൻ ജീവിച്ചിരുന്ന മുറിയും ഞാൻ ഉപയോഗിച്ച വസ്തുക്കളും എന്നതിലുപരിയായി എൻ്റെ സൽകൃത്യങ്ങൾ എൻ്റെ ഓർമ്മ നിങ്ങളിൽ നിലനിർത്തട്ടെ. ഞാൻ ഉപയോഗിച്ച മുറിയും ഞാൻ ഉപയോഗിച്ച വസ്തുക്കളും നിങ്ങളിൽ എൻ്റെ ഓർമ്മ നിലനിർത്തും. അതിനേക്കാൾ ഉപരിയായി ഞാൻ ചെയ്ത സൽകൃത്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകട്ടെ. സൽകൃത്യങ്ങൾക്കാണ് പ്രാധാന്യം. മുറിയും വസ്തുക്കളും നമ്മൾ കാണുമ്പോൾ അവരെ ഓർക്കാതിരിക്കില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അമ്മ വന്നിട്ട്, ഇവിടെ എപ്പോഴും മരിച്ചു പോയ മക്കളുടെ അമ്മമാരാണ് വരിക, ആളുകളുടെ അമ്മമാർ. ഒരു പെൺകുട്ടി 23 വയസ്സാന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റിൽ മരിച്ചു. അവൻ്റെ അമ്മ പറയുകയാണ് എന്നോട്, ചേച്ചി എനിക്ക് മറക്കാൻ പറ്റണില്ല ചേച്ചി, 1 മാസമായിട്ടുള്ള എനിക്ക് മറക്കാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞു, നിന്നോട് ആരെ മറക്കാൻ നിർബന്ധിച്ച് പറയണേ? നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ദൈവം കൂട്ടിച്ചേർത്ത് തന്ന കുറെ ജീവിതങ്ങളുണ്ട്. പെറ്റമ്മ മരിച്ച വശ അമ്മേനെ മറക്കുന്നു. വെറുതെ ഒരു അർത്ഥമില്ലാതെ പറയും, മറക്കുമോളെ. എങ്ങനെ മറക്കണു? മറക്കാൻ പറ്റില്ല. അതിന് സമയം തന്നിട്ടുണ്ട് കർത്താവ്. പതുക്കെ നമ്മൾ മറക്കും. എത്ര പേര്, നമ്മുടെ മക്കൾ മരിച്ചാലും, ഭർത്താവ് മരിച്ചാലും, ഭാര്യ മരിച്ചാലും, പെറ്റമ്മ, നമ്മുടെ അപ്പൻ, നമ്മുടെ കുഞ്ഞുമക്കള്, ഉണ്ണികൾ ഒക്കെ മരിച്ചാലും എല്ലാം മറക്കും. മറക്കാനൊരു സമയമുണ്ട്, അതുവരെ കാത്തിരിക്കുക. അല്ലാതെ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചേട്ടൻ മോളെ കരയരുത്, മറക്ക്. നമ്മൾ ഞാൻ ഒരാളെ വിളിച്ചിട്ട് ഞാൻ തോണ്ടി വിളിച്ചു, എന്തർത്ഥമില്ലാത്ത വാക്കുകൾ നിങ്ങൾ പറയണേ. ആ സഹോദരി കരയട്ടെ, കരഞ്ഞ് തീർക്കട്ടെ അതിൻ്റെ വിഷമങ്ങൾ. നിങ്ങൾ കരയല്ലേ മോളെ എന്തിനാ അങ്ങനെ പറയണേ? പഠനങ്ങൾ കൂടി അത് കരയുന്നത് പ്രശ്നം, ഓർക്കുന്നത് പ്രശ്നം. ഒരു പ്രശ്നമില്ല. അവൾ ഓർത്ത് കരയട്ടെ, കരഞ്ഞ് തീർക്കട്ടെ. കെട്ടിയൊരു അപകടത്തിൽ വന്ന് മരിച്ച് പ്രതീക്ഷിക്കാത്ത സമയത്ത് മരിച്ചു കിടക്കുമ്പോൾ ഭാര്യയോട് പറയും, മോളെ കരയാണ്ടിക്കുന്നു. അത് വല്ലാണ്ട് ധ്യാനം കൂടിയിട്ടുള്ള ആളുകളാ, അഭിഷേകം നിറഞ്ഞിട്ട്. അത് കണ്ടപ്പോൾ എനിക്ക് അസ്വസ്ഥതയായി. ഞാൻ ആ സഹോദരനെ തോണ്ടി പിടിച്ചു. ഞാൻ എന്തേ പറയണേന്ന് ചോദിച്ചു. ഞാൻ അത് എന്നെ കണ്ടോടുകൂടി പിന്നെ മിണ്ടാണ്ടായി. ഞാൻ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നു. അവൾ കരയട്ടെ, അവൾ കരഞ്ഞ് അവളുടെ സങ്കടം തീർക്കട്ടെ. ദൈവം ആ കരച്ചില് കാണും. കരഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ചെറിയൊരു പ്രയോജനമുള്ളത് മരിച്ചുപോയ വ്യക്തിയോടുള്ള സ്നേഹമാണ് നമ്മളെ കരയിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഏത് പ്രവൃത്തിക്കും ഫലമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മരിച്ചുപോയവരെ കുറിച്ച് ഓർക്കണമെന്ന് നമ്മുടെ സഭ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വന്ന കാര്യം, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. മരിച്ചുപോയ ആളുകൾ സ്വർഗത്തിലാണ്, നരകത്തിലാണ്, ശുദ്ധീകരണ സ്ഥലത്ത് ഇന്ന സ്ഥലത്താണ്, നിങ്ങൾ പറയരുത് കേട്ടോ. വെറുതെ ഇങ്ങനെ അർത്ഥമില്ലാത്ത സന്ദേശങ്ങൾ കൊടുക്കരുത്. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ആ സന്ദേശം കിട്ടിയവരൊക്കെ എൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, ചേച്ചി മരിച്ചുപോയ എൻ്റെ അമ്മ സ്വർഗത്തിലാണെന്ന് ഇന്ന ബ്രദർ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ചേച്ചി പറഞ്ഞു, ഇന്ന ആള് പറഞ്ഞു, എൻ്റെ അമ്മ സ്വർഗത്തിലാണ്. ഞാൻ ദൈവമേ, സ്വർഗവും നരകമൊക്കെ ഇപ്പം ഇദ്ദേഹം നേരിട്ട് കണ്ടുവോ? ഞാൻ തീർത്തും പറഞ്ഞ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലാണ് സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. നിൻ്റെ അമ്മ മരിച്ചിട്ട് എത്ര വർഷമായി? 2 വർഷമായി. 2 വർഷമായപ്പോഴേക്കും 80 വയസ്സുള്ള നിൻ്റെ അമ്മ ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗത്തിലെത്തിയെന്ന് ഈ സന്ദേശകൻ പറഞ്ഞല്ലേ. വണക്കമാസ പുസ്തകം എടുത്ത് നോക്കിയാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ എത്ര വർഷം പരിഹാരം ചെയ്യണമെന്ന് അതിൽ കണക്ക് പ്രകാരം പറഞ്ഞിരിക്കണേ. പ്രിയ സഹോദരങ്ങളെ,
ഇങ്ങനെ നമ്മൾ സന്ദേശം കൊടുത്താൽ ഒരു വലിയ അബദ്ധം ഉണ്ടാകുന്നുണ്ട്. എന്താണെന്നോ, നിങ്ങൾ ആർക്കെങ്കിലും സന്ദേശം കൊടുക്കുമ്പോൾ ഇന്ന ആൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ദൈവം പോലും പറയില്ല അവൻ സ്വർഗത്തിലാണെന്ന്. അന്ത്യവിധിയിൽ കർത്താവ് സ്വർഗവും നരകവും നിശ്ചയിച്ച് കൊടുക്കും. തനത് വിധിയിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ചുള്ള സ്ഥലം കിട്ടും. അവിടെ നിന്ന് ശുദ്ധീകരണം കഴിഞ്ഞ് അവർ ശരിക്കും സ്വർഗത്തിലേക്ക് ഇപ്പം എത്തിയിട്ടുണ്ടോ എന്ന് ആർക്കും അങ്ങനെ കൃത്യമായിട്ട്. ഈ മരിച്ചു പോയവരെ ദർശനം കാണും, ചിരിച്ചിട്ട് വന്നു, വെള്ളവസ്ത്രം ഇട്ട് വന്നു, പ്രകാശം കണ്ടു, അപ്പം ഇവരൊക്കെ പറയും അവർ സ്വർഗത്തിലാണെന്ന്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു അബദ്ധത്തിൽ വിശ്വസിക്കരുത് കേട്ടോ. കാരണം ഞാനിത് എൻ്റെ അഭിപ്രായമല്ല പറഞ്ഞത്, ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ നിരത്തിത്തരാം. സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കില്ല കേട്ടോ. സ്വർഗത്തിലുള്ളവർക്ക് പ്രാർത്ഥിക്കണ്ടല്ലോ, നമ്മൾ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. നരകത്തിലാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിശുദ്ധ തൃത്വം വന്ന് നിങ്ങളോട് പറഞ്ഞോ ഇയാൾ നരകത്തിലാണെന്ന്, ഇയാൾ സ്വർഗത്തിലാണെന്ന്? ഞാൻ വിശ്വസിക്കില്ല. കാരണം എൻ്റെ ഈ 30 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് 35 വർഷമായി ഞാനിങ്ങനെ കാണാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു ശുദ്ധീകരാത്മാവും ഞാൻ സ്വർഗത്തിലെത്തി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ സമാധാനമുള്ള സ്ഥലത്തെത്തി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് സ്വർഗം എന്ന അർത്ഥമില്ല. അതുപോലെ നരകം എന്നതിനും അർത്ഥങ്ങൾക്ക് വ്യത്യാസമുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനാക്കി നരകം ദർശനം കാണിച്ചു കൊടുത്തിട്ട് പരിശുദ്ധ അമ്മ ഈശോയും പറയുന്നുണ്ട്, മോളെ നീ ഇപ്പം കണ്ടത് നരകത്തിൻ്റെ ഒരു മുൻ ദർശനം മാത്രം. നരകം ഇങ്ങനെയായിരിക്കും. ഈ നരകത്തിലെ ആളുകൾ, ആത്മാക്കൾ പോയി നശിക്കാതിരിക്കാനാണ് സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയും ഈശോയും കിടന്ന് ഓടി നടക്കുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെ നരകത്തിലേക്ക് തള്ളിവിട്ടു ഇവ നരകത്തിൽ പോയി അങ്ങനെ പറയരുത്. ഒരാത്മാവ് പോലും നശിച്ചു പോകാതിരിക്കാനാണ് ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചിട്ട് പുത്രനെ അയച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് നമുക്കിങ്ങനെ ചിന്തിച്ചുകൂടാ? ആരും നരകത്തിൽ പോകരുത്. എത്ര പാപിയായാലും കർത്താവിൻ്റെ കരുണയെ അവന് വേണ്ടി നമുക്ക് സഹനേറ്റെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണ ആ പാപിയിലേക്ക് വാങ്ങിക്കൊടുക്കാൻ എന്താണ് അങ്ങനെ ബോധ്യം കൊടുക്കാത്തത്? പ്രാർത്ഥനയെ ഇരട്ടിപ്പിക്കണം ജീവിച്ചിരിക്കുന്നവരിപ്പോൾ. അതാണ് അവസാന മണിക്കൂറിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അവർ സ്വർഗത്തിൽ പോയി പ്രാർത്ഥിക്കണ്ടേ, ഇവർ നരകത്തിൽ പോയി ഇനി ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവർക്ക് മാത്രം പ്രാർത്ഥിക്കാൻ പാടില്ല. ഞാൻ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. പ്രിയ കൂട്ടുകാരെ, ചാവറ പിതാവിൻ്റെ ആത്മാനുതാപത്തിൽ ഇങ്ങനെ പിതാവ് കണ്ട ദർശനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ മരണത്തെക്കുറിച്ചും മരണത്തിന് ശേഷം ഉണ്ടായ ചില അനുഭവങ്ങൾ പിതാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നതിന് കൃത്യമായി യോഗ്യതയുള്ളവരായി ആരും തന്നെ കാണപ്പെടുന്നില്ല. ഈ ലോകത്ത് ജീവിച്ച പുണ്യവാന്മാരായ ആളുകൾ തങ്ങളുടെ കാലഘട്ടത്തിൽ തപസ് അനുഷ്ഠിച്ചും അങ്ങനെ വേണ്ടത്ര പരിഹാരം ചെയ്ത് അവർ ജീവിച്ച് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് വെണ്മയുള്ളവരാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചൂളയിൽ സ്വർണം ഉരുകി മാറ്റുവരുത്തും യാതനകൾ സഹിക്കുക മൂലം പുണ്യത്തിനും മാറ്റേറും. യാതനകൾ സഹിക്കണം, അത് പണ്ടത്തെ ഭാഷ. സഹനങ്ങൾ ഏറ്റെടുത്താൽ പരിഹാരമായി, പാപത്തിന് പരിഹാരമായി. അപ്പം ജീവിതത്തിൽ വരുന്ന ഓരോ സഹനവും മാറാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം നമുക്ക് വിശുദ്ധിയുടെ വസ്ത്രം കിട്ടാൻ പാടായിരിക്കും. ഈ സഹനമാണ് നമ്മുടെ പാപത്തിന് പരിഹാരമെങ്കിൽ എന്ത് സഹനാണെങ്കിലും നമ്മളത് ഏറ്റെടുത്ത് നമ്മുടെ പാപപരിഹാരം അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ പാപപരിഹാരം ലോകത്തിൻ്റെ പാപപരിഹാരമായിട്ട് കാഴ്ചവെക്കണം. അങ്ങനെ ആ മരിച്ചു കിടക്കുന്ന ഒരാൾ പറയുന്നതാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നല്ലവനായിരുന്നുവെങ്കിലും സർവേശ്വരൻ്റെ തൃക്കണ്ണുകൾക്ക് മുമ്പിൽ എൻ്റെ ജീവിതം തനി തങ്കമായി മാറിയിരുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ സഹിക്കുകയാണ്. സ്വർണം ചൂളയിൽ മാറ്റുവരുത്തുന്നത് പോലെ ഞാൻ സഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ദർശനങ്ങൾ പറയുന്നവർ, സന്ദേശങ്ങൾ കൊടുക്കുന്നവർ സൂക്ഷിക്കണം. ഒരു പ്രാർത്ഥനയിൽ മരിച്ചുപോയ അമ്മ നല്ല ഡ്രസ്സിട്ട് കണ്ടു, ആ അമ്മ സ്വർഗത്തിലായി, അപ്പൻ സ്വർഗത്തിലായി. അതല്ലെങ്കിൽ പറയും, ഓ ഭയങ്കരമാണ്, അപ്പൻ നരകത്തിലാണ്. അല്ലെങ്കിൽ ദാ അപ്പൻ്റെ ആത്മാവ് അല്ലെങ്കിൽ അമ്മയുടെ ആത്മാവ് സഹോദരൻ്റെ ആത്മാവ് ദാ പിശാചായി.
ഇങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല എന്ന് ശവറ പിതാവ് എഴുതി വെച്ചിട്ടുണ്ട്. ദരിദ്രയായിട്ടുള്ള ഒരു പുണ്യസ്ത്രീ വയസ്സ് ചെന്ന് രോഗത്തിനടിമപ്പെട്ട് മരിക്കുകയാണ്. അവളുടെ 2 പുത്രിമാര് കന്യാസ്ത്രീകളായിരുന്നു. 2 പുത്രിമാര്, ഈ ദരിദ്രയായ അമ്മയുടെ 2 പുത്രിമാര് സുഹൃതം ചെയ്ത് അവർ ജീവിക്കുകയാണ്. അങ്ങനെ അവരുടെ അമ്മ മരിക്കാറായി. ആ മരിക്കാറായിരുന്നപ്പോൾ ആ കാലത്ത് ജീവിച്ച ഒരു മഹാപുണ്യവതി, ഓർക്കണം കേട്ടോ, അക്കാലത്ത് ജീവിച്ച ഒരു മഹാപുണ്യവതി ഈ വൃദ്ധയെ കാണാനായിട്ട് വന്നു. അങ്ങനെ ആ ദരിദ്രരുടെ കുടിലിൽ ഈ അമ്മ കിടക്കുമ്പോൾ ഈ പുണ്യവതി അവിടേക്ക് പ്രവേശിച്ചു. പുണ്യവതിയാണ്, ഓർക്കണം. അങ്ങനെ പുണ്യവതി അവിടെ പ്രവേശിച്ചപ്പോൾ, ആ കാലത്ത് അവരെ പുണ്യവതി എന്നാ പറയുക. അങ്ങനെ പ്രവേശിച്ചപ്പോൾ ഈ പുണ്യവതിയായ സ്ത്രീ ഒരു ദർശനം കണ്ടു. അതായത് രാജാതിരാജനായ യേശുനാഥൻ കന്യകാമണികളാൽ പരിസേവിതനായി സ്വർഗരാജ്ഞി, മാലാഖമാർ, സ്വർഗത്തിന്റെ താക്കോൽക്കാരനായ പത്രോസ്, ഇവരെല്ലാവരും കൂടി ആ കൊച്ചു കുടിലിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ദർശനമാണ് കേട്ടോ, ദർശനം. അവർ ആ വൃദ്ധയുടെ ദേഹം കുടിലിന് മുമ്പിൽ കിടത്തിയിട്ടുള്ള ആ വൃദ്ധയുടെ ദേഹത്തിന്റെ അടുത്ത് വന്നു നിന്നു. അങ്ങനെ അവിടെ ഭൂതങ്ങളും പിശാചുക്കളും ഒക്കെ വന്നു. അത് ശരിയാണ്, മരണസമയത്ത് പിശാചുക്കളും മാലാഖമാരും തമ്മിൽ പോരാട്ടമുണ്ട്. നമ്മൾ ചെയ്ത പാപങ്ങൾ അധികമാണെങ്കിൽ പിശാച് പിടിച്ചു വലിക്കും നമ്മളെ. അപ്പം മാലാഖമാരെ നമ്മുടെ നന്മകൾ ചൂണ്ടിക്കാണിച്ച് പിടിച്ചു വലിക്കും. ഇതാണല്ലോ അന്ത്യസമയത്ത് ഘോരയുദ്ധം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുണ്യവതി കണ്ട ദർശനമാണ് ദൈവമാതാവ് സ്വന്തം കരം കൊണ്ട് ആ രോഗിയുടെ, ആ വൃദ്ധയുടെ നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ തുടച്ചു നീക്കുന്നു. കന്യകാമണികളൊക്കെ കട്ടിലിന് ചുറ്റും നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഘോഷങ്ങൾ നടക്കുന്നതിന് ഇടയിലാണ് ആ വൃദ്ധ മരിക്കുന്നത്. അവളുടെ ആത്മാവിനെ ദൈവമാതാവ് സ്വന്തം കരങ്ങളിലെടുത്ത് മറഞ്ഞുപോയി. ഇത് ഈ പുണ്യവതി കണ്ട ദർശനമാണ്. അപ്പോൾ ഈ അമ്മയുടെ 2 കന്യാസ്ത്രീകളും വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പുണ്യവതി പറഞ്ഞു, ദാ ഞാൻ ഇങ്ങനൊരു ദർശനം കണ്ടു, നിങ്ങളുടെ അമ്മ സ്വർഗത്തിലാണ്. 2 മക്കൾക്ക് സന്തോഷമായി, അമ്മ സ്വർഗത്തിലായില്ലേ, ഇത്ര വലിയ ദർശനമല്ലേ കിട്ടിയത്. അങ്ങനെ ആ വൃദ്ധയുടെ 2 മക്കളും ഒരു പ്രാർത്ഥന പോലും പിന്നെ ആ അമ്മയ്ക്ക് ചെയ്തിട്ടില്ല. കാരണം അമ്മ സ്വർഗത്തിലല്ലേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കും. അമ്മ സ്വർഗത്തിലാണ്. ഈ പുണ്യവതി എന്ന് പറയുന്ന സ്ത്രീയും ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. കാരണം അവർ കണ്ട ദർശനം അങ്ങനെയല്ലേ. അങ്ങനെ കുറേ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ഈ പുണ്യവതി മുട്ടിമേൽ നിന്ന് ധ്യാനിക്കുന്ന സമയത്ത് അഗ്നിനാളങ്ങൾ ഉജ്ജ്വലിക്കുന്നതിൻ്റെ നടുവിൽ അഗ്നിയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരാത്മാവ് നിൽക്കുന്ന കാഴ്ച കണ്ടു. ഈ പുണ്യവതിയായിട്ടുള്ള സ്ത്രീ ഒരു ആശ്വാസമില്ലാതെ നെടുവീർപ്പിടുകയാണ്. അങ്ങനെ ദുഃഖിച്ചുകൊണ്ട് ആ ആത്മാവ് പറഞ്ഞു. ആത്മാവ് ഇങ്ങനെ സ്വരം പുറപ്പെടുവിച്ചപ്പോൾ ഈ പുണ്യവതി ചോദിച്ചു, നീ ആരാണ്, നീ എന്തിനായിട്ടാണ് വന്നത് എന്ന്. ആ ആത്മാവ് പറഞ്ഞു, ഞാൻ നിന്റെ സ്നേഹിതയാണ്. ഈ പുണ്യവതി ഇവളുടെ സ്നേഹിതയായിരുന്നു. ഞാൻ മഹാദുഃഖത്തിലായിരിക്കുന്നു. എൻ്റെ സ്നേഹിതയായ നീ എന്നെ മറന്നു അല്ലേ? എൻ്റെ പെൺമക്കളും മറന്നു. അതിന് കാരണക്കാരി നീയാണ്. നീ പറഞ്ഞില്ലേ ഞാൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അവരൊന്നും എനിക്ക് വേണ്ടി ചെയ്തില്ല. നീയും പ്രാർത്ഥിച്ചില്ല, എൻ്റെ മക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വലിയ സഹനത്തിലാണ് എന്ന്. നീ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മക്കളെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, നിന്റെ ആ ദർശനം പറഞ്ഞില്ലായിരുന്നെങ്കിൽ. ഇത് കേട്ടിട്ട് ആ പുണ്യവതി സംഭ്രമത്തോടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ലയോ സ്നേഹിതേ, നിന്റെ മരണസമയത്ത് ഞാൻ മാതാവ് കാണിച്ചു തന്ന ഒരു ദർശനം കണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നീയെ മോക്ഷത്തിലാണെന്ന്, സ്വർഗത്തിലാണെന്ന്. അത് ബുദ്ധിമോശമായി പോയി അല്ലേ എന്ന്. അപ്പോൾ ആ വൃദ്ധയുടെ ആത്മാവ് പറഞ്ഞു, അയ്യയ്യോ എൻ്റെ സഹോദരി, സ്വർഗീയ നഗരത്തിലെത്താൻ എത്രയധികം പരിശുദ്ധിയുടെ വെണ്മ വേണമെന്ന് നിങ്ങൾക്കറിയുമോ? അല്പമായ മാലിന്യത്തിൻ്റെ നിഴൽ പോലും ആ പുരിയിലെത്താൻ തടസ്സമായി നിലകൊള്ളും എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവമാതാവിൻ്റെ ദയാവായ്പ മൂലം ദൈവകോപത്തിൽ നിന്നും ഞാൻ മോചിതയായി എന്ന് കാണിക്കുന്ന ദർശനമാണ് നിങ്ങൾ കണ്ടത്.
എങ്കിലും എൻ്റെ നിസ്സാരമായ പാപങ്ങൾ മൂലം ചെങ്കൽ ചൂളയിൽ എന്ന പോലെ എൻ്റെ ആത്മാവ് വേദനിക്കുകയാണ്. കേട്ടോ നിങ്ങൾ? പല ദർശനങ്ങളും കാണും. ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും പറയരുത് ഇന്നാള് സ്വർഗത്തിലായി, കയറിപ്പോയി, അപ്പൻ കയറിപ്പോയി, അമ്മ കയറിപ്പോയി. എത്ര വലിയ ചതിയാണെന്നോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സ്വർഗത്തിലാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നതാണോ? അതല്ലെങ്കിൽ നിങ്ങൾക്കാണോ എല്ലാ കൃപകളും നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനുഷ്യരെ കാണിക്കണോ? അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഒരിക്കലും ശുദ്ധീകരാത്മാക്കൾ സ്വർഗത്തിലാണ് നരകത്തിലാണെന്ന് പറയരുത്. നരകത്തിൽ ആരും പോകാതിരിക്കട്ടെ, അതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി നമ്മൾ സഹിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഈ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ് വിടുന്നവർ ഓർക്കണം, നിങ്ങൾ പറഞ്ഞു വിട്ട ആ ആള് ഒരിക്കലും പിന്നെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല കേട്ടോ. നിങ്ങൾ തനത് വിധിയുടെ സമയത്ത് വലിയ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം നിങ്ങളോ പ്രാർത്ഥിച്ചില്ല, നിങ്ങളുടെ തെറ്റായ ദർശനം മൂലം മറ്റുള്ളവർ അവരുടെ അമ്മമാര് സഹോദരന്മാരൊക്കെ വരുമ്പോൾ അവർ സ്വർഗത്തിൽ കയറിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ അവരും പിന്നെ പ്രാർത്ഥിക്കില്ല. ദൈവത്തെക്കാൾ അധികം നമുക്ക് കാര്യങ്ങൾ അറിയാം എന്ന മട്ടിൽ ഒരിക്കലും സന്ദേശങ്ങൾ കൊടുക്കല്ലേ. അത് നിങ്ങൾക്ക് തന്നെ വലിയ ഉത്തിരിപ്പുകടായിട്ട് മാറും. ഒരിക്കൽ അങ്ങനെ ഒരു ദർശനം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നീ ഇത്ര നല്ല പുണ്യവാനായിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ രക്ഷപ്പെടുത്തേണ്ടിയിരുന്ന ആളുകളുണ്ടായിരുന്നു. അവരെ ഞാൻ രക്ഷപ്പെടുത്താത്തത് കൊണ്ട് ഇപ്പോൾ എൻ്റെ ബന്ധുക്കൾ എനിക്ക് അയക്കുന്ന കുർബാനകളൊക്കെ ഞാൻ രക്ഷപ്പെടുത്തേണ്ട ആത്മാക്കൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ കണക്ക് കൊടുക്കണം. നമ്മുടെ വെറുതെ ഉള്ള സന്ദേശങ്ങൾ ദർശനങ്ങളൊക്കെ കണക്ക് കൊടുക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെങ്കിലും ഇങ്ങനെ സന്ദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കരുത് കേട്ടോ. ശുദ്ധീകരാത്മാക്കൾ കിടന്ന് വിഷമിക്കുകയാണ്. ഇനി നിങ്ങളൊരാൾ സ്വർഗത്തിൽ പോയിട്ട് നിങ്ങളുടെ സന്ദേശം തെറ്റി നിങ്ങൾ സ്വർഗത്തിലൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദ്രോഹവുമില്ല. ആൾ സ്വർഗത്തിൽ പോയിട്ടുണ്ടാകും. ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഒരു കുഴപ്പമില്ല. പരിശുദ്ധ അമ്മ ബാക്കി വന്ന പ്രാർത്ഥനകൾ ആരോരും പ്രാർത്ഥിക്കാനില്ലാതെ വിഷമിക്കുന്ന ആത്മാക്കളുണ്ട്. ഇന്ന് രാവിലെ ഈശോ കാണിച്ചു തന്നു, കാടുകളിൽ പുലികൾ എടുത്തുകൊണ്ടുപോയി പുലി കൊന്നിട്ടുള്ള മക്കൾ, ആന കാട്ടാനകൾ ചവിട്ടിക്കൊന്ന മക്കൾ, ഇവർക്കൊന്നും ആരും പ്രാർത്ഥിക്കുന്നില്ലെന്ന്. നമ്മൾ അമ്മയുടെ ഈ ഭണ്ഡാരത്തിൽ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇനി അവർ സ്വർഗത്തിലേക്ക് എത്തി എന്ന് വിചാരിക്കുക. ഒരു കുഴപ്പമില്ലെന്നേ. നമ്മൾ കൊടുത്ത പ്രാർത്ഥനകൾ പരിശുദ്ധമ്മ പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്നാള് സ്വർഗത്തിലാണ്, ഇന്നാള് നരകത്തിലാണ്, ഇന്നാള് പിശാചായി മാറി, ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊന്നും കൊടുക്കല്ലേ. ഇത് അന്ത്യകാലമാണ്. പാവപ്പെട്ട ജനങ്ങൾ ഓടി നടക്കാണ്. ഏതാണ് ശരി? ദാ ഈ ടോക്കിൽ ഇങ്ങനെ കേട്ടല്ലോ, ഇവരിങ്ങനെ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? പേടിച്ചിട്ട്. നരകമുണ്ടെന്നേ, സാത്താനുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട്, ഒക്കെയുണ്ട്. സാത്താൻ ഈ അന്ത്യകാലത്ത് എല്ലായിടത്തും എല്ലാ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒക്കെ ഉണ്ടെന്നേ. നമ്മൾ പേടിച്ചോടരുത്. നമ്മൾ പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ ജപമാലയിലും ദണ്ഡവിമോചന പ്രാർത്ഥനകളിലും പിന്നെ എന്തൊക്കെയാണ് സഭ നമ്മളോട് പറയുന്നത്, ആ പ്രാർത്ഥനകളും ചൊല്ലി നമ്മൾ കാഴ്ചവെച്ച് എല്ലാത്തിലും ഉപരി നിന്റെ കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കാൻ, അവരെ കണ്ടിട്ടൊന്ന് ചിരിക്കാൻ, ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാൻ, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാപ്പ് പറയാൻ, എന്നിട്ട് വീണ്ടും ആ സ്നേഹത്തിലേക്ക് വരാൻ, എന്തേ എളിമപ്പെടാൻ പറ്റാതെ നീ എത്ര നൊവേനകൾ ചെല്ലിയാൽ എന്താ കാര്യം? സ്വന്തം സഹോദരങ്ങളോട് എളിമയോടുകൂടി ഒരു വർത്തമാനം പറയാൻ പറ്റാതെ എത്ര ആരാധന നടത്തിയാൽ എന്താ കാര്യം? നമ്മൾ ആദ്യം അതാണ് നന്നാക്കേണ്ടത്. നമ്മൾ നന്നായാൽ മതി. സാത്താൻ അവിടെയുണ്ടോ, സാത്താൻ ഇവിടെയുണ്ടോ, സ്വർഗം എങ്ങനെയാണ്, നരകം എങ്ങനെയാണോ, ഉവന്നേ ഒക്കെ ശരിയാണ്. ഇത് അവസാനത്തെ മണിക്കൂറാണ് കരുണയുടെ. കാരണം ഫസ്റ്റീനാമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കരുണയുടെ അവസാന മണിക്കൂറുകളാണ് നിങ്ങൾ. ആ സന്ദേശങ്ങൾ വേറെ സഹോദരിമാർക്കും സിസ്റ്റേഴ്സിനും കിട്ടിയിട്ട് നമ്മൾ കേട്ടില്ലേ? കരുണയുടെ അവസാന മണിക്കൂറിലാണ് നമ്മൾ. അത് നമ്മൾ കേട്ടിരുന്നിട്ട് കാര്യമില്ല. ഈ അവസാന മണിക്കൂറിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ വിശേഷങ്ങളൊക്കെ ഞാൻ കേട്ടിട്ട് ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുക. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യമാണ്. മരിച്ചവർ സ്വർഗത്തിലായി നരകത്തിലായി എന്ന് പറയണ്ട. നമ്മുടെ സഭയുടെ പ്രബോധന പ്രകാരം നമ്മുടെ മരിച്ചുപോയവരൊക്കെ ശുദ്ധീകരണ സ്ഥലത്തുണ്ട്.
പിന്നെ പല വിശുദ്ധരിലൂടെ മരിച്ചതിലൂടെയും ഒക്കെ വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. ശുദ്ധീകരണം പൂർത്തിയാക്കിയവരൊരു നല്ല സ്ഥലത്ത് വീണ്ടും, അതും ശുദ്ധീകരണ സ്ഥലം തന്നെ, കിടക്കുന്നുണ്ട്. ഇനി അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എവിടെയെങ്കിലും ആവട്ടെ, നമ്മുടെ പ്രാർത്ഥന നിർത്തരുത്. എല്ലാത്തിൻ്റെയും ആധികാരികത തേടിപ്പോയാൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇനി ഞാനൊരു കാര്യം കൂടെ ഈ പങ്കുവയ്ക്കലിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിലാണ് നരകത്തിലാണ് ശുദ്ധീകരണം, അതൊന്നും നമ്മൾ കറക്റ്റായിട്ട് അന്വേഷിച്ചറിയാനായിട്ട് പോകരുത്. പ്രാർത്ഥന കൂട്ടണം. നമ്മൾ സഹനം ഏറ്റെടുക്കണം. സഹനമാണ് ആത്മാക്കൾക്ക് രക്ഷ, നമുക്കും രക്ഷ. അത് ഓർത്തിരിക്കണം. കാരണം ഇതിൻ്റെ ആധികാരികത തേടിപ്പോയി ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്ന് വരില്ല. ഈ മരിച്ചു കിടക്കുന്ന സമയത്ത് വലതുവശത്തെ കള്ളം പറഞ്ഞില്ലേ, എന്നെ നിന്റെ രാജ്യത്തിൽ ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞ്? ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും. അങ്ങനെയല്ലേ പറഞ്ഞത്? ഇന്ന് നീ എന്നോട് കൂടെ. അതാണ് മലയാളം ബൈബിളിൽ കാണുന്നത്. അപ്പോൾ ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. ആ മരിച്ച അന്ന് ഈശോ പർദീസയിലേക്ക് പോയിട്ടില്ലല്ലോ. ഈശോ പാതാളത്തിലേക്കല്ലേ പോയി. അതിനുശേഷം ഈശോ 40 നാളും എവിടെയായിരുന്നു? ഭൂമിയിലല്ലായിരുന്നേ. 40-ാം ദിവസമല്ലേ സ്വർഗാരോഹണം ചെയ്തത്. അപ്പോൾ കുരിശിൽ കിടന്നിട്ട് കർത്താവ് എന്ത് പറഞ്ഞു എന്നാ മലയാളം ബൈബിൾ നമ്മൾ വായിക്കുന്നത്? ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും. അപ്പം അതെങ്ങനെയാണ് ശരിയാവുക? വ്യാഖ്യാനം തേടിപ്പോ, അർത്ഥം നോക്ക്, അതിന് സമയം കളയി. അപ്പം പ്രാർത്ഥനയുടെ സമയം കുറയും. അപ്പം സാത്താൻ വിചാരിച്ച ഈ ജ്ഞാനമല്ല, ഈ അറിവ്, മാനസികമായ അറിവിൻ്റെ പിന്നാലെ മനുഷ്യൻ ഓടുമ്പോൾ ഓടി 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 പ്രാർത്ഥനയുടെ സമയം കുറയും. അവൻ്റെ ലക്ഷ്യം സാധിച്ചു. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലുണ്ടായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് കുറേ പുസ്തകങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നൊക്കെ കിട്ടിയത്, അതും ട്രാൻസ്ലേഷനിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ്. അത് ശരിക്കും പറയുന്നത് ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, അങ്ങനെയാണ്. ഇന്ന്, ടുഡേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോട് കൂടെ പർദീസയിലുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം, കുരിശിൽ കിടന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ദൈവം നിന്നോട് ഇന്ന് വാഗ്ദാനം ചെയ്യുന്നു, നീ എന്നോട് കൂടെ പർദീസയിലുണ്ടായിരിക്കും. എപ്പോഴാണോ നിനക്ക് പർദീസയിൽ കയറാനുള്ള വിശുദ്ധിയുടെ വസ്ത്രം കിട്ടുക, അപ്പോൾ നീ പർദീസയിലെത്തും. ഇന്ന് ഇത് ഞാൻ നിന്നോട് പറയുന്നു. ഇന്ന് കർത്താവ് എവിടേക്കേ പോയേ? പാതാളത്തിലേക്ക്. ഒരു പക്ഷേ ഈ കള്ളൻ്റെ ആത്മാവിനെ പാതാളത്തിൽ കൊണ്ടുപോയിട്ട് ശുദ്ധീകരണം നടക്കുന്നുണ്ടാകാം. അവസാനം പർദീസയിലേക്ക് എടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കിയതല്ല, പഠിപ്പുള്ള പുരോഹിതന്മാരുടെ പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചതാണ്. അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന പോലെയല്ല എല്ലതും. എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല. വ്യാഖ്യാനങ്ങൾക്കും ചരിത്രങ്ങൾക്കൊക്കെ കുറേ മാനദണ്ഡങ്ങളുണ്ട്. അതുകൊണ്ട് വല്ലാണ്ട് തലയൊന്നും പുകയണ്ട. സാത്താനുണ്ട്, പിശാചുണ്ട്. അവനെ എതിർക്കാനുള്ള ആയുധമാണ് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും സൽപ്രവൃത്തികളും എളിമ എന്ന പുണ്യം. എളിമയുള്ളിടത്ത് സാത്താൻ ഇരിക്കാൻ പറ്റില്ല. അത് കപട എളിമയാകരുത്. എല്ലാവരും മുമ്പിൽ ഇങ്ങനെ ചിരിച്ച് നിന്നിട്ട് എളിമയുടെ മൂടുപടം പണിഞ്ഞ കാര്യമില്ല. പറയാനുള്ളത് പറഞ്ഞു, നേർക്കുന്നവർ തെറ്റിതിരുത്തി. ഇതൊന്നും അഹങ്കാരത്തിൻ്റെ ലക്ഷണമല്ല. പക്ഷേ ഞാൻ മാത്രമാണ് ശരി, എനിക്കൊരു തെറ്റുമില്ല, എനിക്ക് കുമ്പസാര കൂടുതൽ കയറേണ്ട പണിയൊന്നുമില്ല, എനിക്ക് ആവശ്യമില്ല, നിങ്ങളാണ് തെറ്റുകാര്, അത് അഹങ്കാരാണ്. ഈ ഭൂമിയിൽ തെറ്റില്ലാത്തവരില്ല. പ്രിയ സഹോദരങ്ങളെ, വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോൾ, സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഈ സഹോദരി, ഈ അമ്മ, വൃദ്ധയായ അമ്മ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വന്നു, ഞാൻ ഒരു സമാധാനത്തിലെത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും സ്വർഗമല്ല കേട്ടോ. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെയല്ല ആഗ്രഹിക്കേണ്ടത്, സ്വർഗത്തിൽ പോകാനാണ് ആഗ്രഹിക്കേണ്ടത്. പക്ഷേ ശുദ്ധീകരണ സ്ഥലമെങ്കിലും കിട്ടിയാൽ, അതായത് മാരകപാപം ചെയ്യാതെ അനുദപിക്കാതെ മരിക്കാൻ ഇടവരരുത് എന്ന്, അതാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും നമ്മൾ നേരിട്ട് സ്വർഗത്തിൽ പോകാനാണ് നമ്മുടെ ആത്മാവിനെ ഒരുക്കിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിട്ടിയാൽ അത് തന്നെ ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ കിടക്കുക എന്ന് പറഞ്ഞാൽ, കാരണം ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയാൽ പിന്നെ നമ്മൾ ഒരിക്കലും നിത്യനാശത്തിലേക്ക് പോവില്ല.
അവിടെ നിന്ന് നമ്മൾ ഉരുക്കിയെടുത്ത് നമ്മൾ മേലെ കയറിപ്പോകും. നമ്മുടെ ബന്ധുമിത്രാദികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ, അവർ സഹനം ഏറ്റെടുക്കുമല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഞാനിതിവിടെ ഈ പങ്കുവയ്ക്കൽ നിർത്തുകയാണ്. എനിക്ക് ഇത് കേൾക്കുന്നവരോട് ഒരു അപേക്ഷയുണ്ട്. ഇങ്ങനെ പലതും പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ എനിക്കറിയാം എന്നുള്ള നിലയിൽ സന്ദേശങ്ങൾ കൊടുക്കരുത് കേട്ടോ. മരണത്തിൻ്റെ ചീട്ട് കയ്യിൽ കിട്ടിയിട്ടുള്ളൊരു സഹോദരിയാണ് ഞാൻ. എനിക്ക് മരിക്കുന്നതിനേക്കാൾ മുമ്പ് ഇതൊക്കെ ഒന്നൊരു ബോധ്യം കൊടുക്കണമെന്നുണ്ട്. കാരണം വെറുതെ ഇങ്ങനെ സന്ദേശങ്ങൾ കൊടുത്ത് മനുഷ്യരെ പ്രാർത്ഥനയിൽ നിന്നും അകറ്റരുത് കേട്ടോ. ചിലരുടെ അടുത്തൊക്കെ ചെന്ന് 2 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അതേ സ്വർഗത്തിലേക്ക് പോയി കാണപ്പെട്ടു എന്ന്. എവിടെ സ്വർഗത്തിലേക്ക് പോയി? പിന്നീട് അവർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയും, ഒട്ടുമില്ല മോളെ, അതൊക്കെ തെറ്റാണ് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് പറയുന്നത്, ദയവ് ചെയ്ത് സന്ദേശങ്ങൾ നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കരുത്. പ്രാർത്ഥിക്കട്ടെ, ജനം പ്രാർത്ഥിക്കട്ടെ, മനുഷ്യമക്കൾ ദൈവമക്കൾ ധാരാളം പ്രാർത്ഥിക്കട്ടെ. ഒരിക്കലും പ്രാർത്ഥന നിർത്തരുത്. നിരന്തര പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ജീവിതം. പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ഏറ്റവും നല്ല പ്രാർത്ഥന. അതുപോലെ നമുക്ക് സഭ പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനകളുണ്ട്. പരിശുദ്ധ ജപമാലയുണ്ട്, പിശാചിനെതിരെയുള്ള ആയുധം. ജപമാല കയ്യിലെടുത്ത് അഹങ്കാരത്തോടു കൂടി ജീവിച്ചാൽ ജപമാലയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല കേട്ടോ. എളിമ എന്ന പുണ്യം നമുക്ക് സ്വായത്തമാക്കാൻ ശ്രദ്ധിക്കാം. അഹങ്കാരത്തിൻ്റെ ഓപ്പോസിറ്റാണ് എളിമ. അഹങ്കാരമാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമ്മുടെ ഏറ്റവും വലിയ ഗുണം എളിമയായിരിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ധാരാളം ശുദ്ധീകരാത്മാക്കൾ രക്ഷപ്പെടട്ടെ. നമുക്ക് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു സന്ദേശത്തിൻ്റെ പുറത്തും നിർത്തരുത് എന്നാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. നമ്മൾ രക്ഷപ്പെടുത്തിയ ശുദ്ധീകരാത്മാക്കൾ നമ്മുടെ മരണസമയത്ത് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വരും, ഉറപ്പാണ്. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.